ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് അടിപൊളി ഒരു ഇൻഫോർമേറ്റീവ് വീഡിയോ ആയിട്ടാണ് കേട്ടോ. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ദയവായിട്ട് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെൽ ബട്ടനോടെ പ്രസ് ചെയ്താൽ ഞാനിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ നമുക്ക് അധികം താമസിക്കാതെ നമ്മളുടെ ടോപ്പിക്കിലേക്ക് കടക്കാം. എല്ലാ യൂട്യൂബേഴ്സും പറയുന്ന ഒരു മെയിൻ പ്രോബ്ലമാണ് എൻ്റെ ഷോർട്സിന് വ്യൂസ് കിട്ടുന്നുണ്ട്, എൻ്റെ ലോങ് വീഡിയോസിന് വ്യൂസ് കിട്ടുന്നില്ല, റീച്ച് ആവുന്നില്ല, വൈറൽ ആവുന്നില്ല. അല്ലേ, നിങ്ങളും പറയാറില്ല? നിങ്ങൾ ഒരു സ്മോൾ യൂട്യൂബ് ക്രിയേറ്റർ ആണെങ്കിൽ നിങ്ങൾ എന്തായാലും ഇങ്ങനൊരു പരാതി മറ്റുള്ളവരോട്, നിങ്ങളുടെ ഫ്രണ്ട്സിനോടായിക്കോട്ടെ, നിങ്ങളുടെ മറ്റു യൂട്യൂബേഴ്സിനോടായിക്കോട്ടെ, എന്തായാലും നിങ്ങളിത് പറഞ്ഞിട്ടുണ്ടാവും. ഞാനും ഇത് പറഞ്ഞിട്ടുണ്ട്. അപ്പം അത് ഒരു പരിധി വരെ ഫിക്സ് ചെയ്യാൻ പറ്റുന്ന ഒരു ടിപ്പുമായിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. അപ്പം നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടാൽ നിങ്ങൾക്ക് ഇത് നന്നായിട്ട് മനസ്സിലാവുകയും ചെയ്യും. ഞാനത് യൂസ് ചെയ്തിട്ട് എനിക്ക് നല്ലതായിട്ട് റിസൾട്ട് വന്നുകൊണ്ടാണ് കേട്ടോ ഞാൻ ഉടനെ തന്നെ ഞാനിങ്ങനെ ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചത്. അപ്പോൾ റീച്ച് ഇല്ലാത്ത വീഡിയോസിന് റീച്ച് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു ടിപ്പുണ്ട്. ആ ടിപ്പിൻ്റെ പേരാണ് വീഡിയോ ഹൈപ്പിംഗ്. ഇത് എല്ലാ വീഡിയോസിനും പോയിട്ട് ഹൈപ്പ് ഉണ്ടാക്കാൻ പറ്റത്തില്ല കേട്ടോ. ഇതിനെക്കുറിച്ച് റൂൾസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അല്ലാതെ ചുമ്മാ എല്ലാ വീഡിയോസിനും പോയിട്ട് ഹൈപ്പ് ചെയ്ത് റീച്ച് ഉണ്ടാക്കാൻ പറ്റത്തില്ല. അപ്പോൾ നിങ്ങൾ വീഡിയോസ് സ്കിപ്പ് ചെയ്യാതെ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. നിങ്ങളുടെ വീഡിയോസിന് നമുക്ക് റീച്ച് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഹൈപ്പ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നമുക്ക് നോക്കാം. ഹൈപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുതിയതായിട്ട് വളർന്നു വരുന്ന യൂട്യൂബേഴ്സ് ഉണ്ടല്ലോ, അവരുടെ പുതിയ വീഡിയോസിന് വ്യൂവേഴ്സ് സൗജന്യമായിട്ട് സപ്പോർട്ട് നൽകുന്ന ഒരു ഫീച്ചറാണ്. ഇത് ലൈക്കും അല്ല, ഷെയറും അല്ല, കുറേ ബോണസ് പോയിൻറ്റ്സ് ആണ് കേട്ടോ. കൂടുതൽ ബോണസ് പോയിൻറ്റ്സ് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ യൂട്യൂബിൻ്റെ ഹൈപ്പ് ലീഡർ ബോർഡിൽ നമുക്ക് എത്തിപ്പെടാൻ പറ്റും കേട്ടോ. ഇത് നിങ്ങളുടെ ചാനലിനെ എങ്ങനെ ഹെൽപ്പ് ചെയ്യുമെന്ന് നമുക്ക് നോക്കാം. ഇത് ഹൈപ്പ് ആർക്കൊക്കെ കിട്ടും എന്നാണ് നമ്മൾ പറയുന്നത്. നമ്മുടെ വീഡിയോസിന് വ്യൂവേഴ്സിന് ഹൈപ്പ് ചെയ്യാൻ പറ്റണമെങ്കിൽ നമുക്ക് 500 സബ്സ്ക്രൈബേഴ്സിനും 5 ലക്ഷം സബ്സ്ക്രൈബേഴ്സിനും ഇടയിലായിരിക്കും. എന്നാൽ മാത്രമേ നമുക്ക് അവർക്ക് ഹൈപ്പ് തരാൻ പറ്റത്തുള്ളൂ. പിന്നെ മെയിൻ ഒരു പോയിന്റ് എന്ന് പറയുന്നത് നമ്മൾ മോണിറ്റൈസ് ആയിരിക്കണം. ഹാഫ് മോണി ആയിക്കോട്ടെ, ഫുൾ മോണി ആയിക്കോട്ടെ, കുഴപ്പമില്ല. ഹാഫ് മോണി ആണെങ്കിലും എലിജിബിൾ ആണ് കേട്ടോ. ഇന്ത്യയിലും ഹൈപ്പിംഗ് സിസ്റ്റം അവൈലബിൾ ആണ്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ ഇന്നാണ് ഹാഫ് മോണി ആവുന്നേ എല്ലാം നിങ്ങൾക്ക് അപ്രൂവൽ കിട്ടിയെങ്കിൽ ഇന്നു മുതൽ അപ്ലോഡ് ചെയ്യുന്ന ലോങ് വീഡിയോസിന് മാത്രമേ നിങ്ങൾക്ക് ഹൈപ്പ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അതായത് നിങ്ങളുടെ വ്യൂവേഴ്സിന് ഹൈപ്പ് ചെയ്യാൻ പറ്റത്തുള്ളൂ. പഴയ വീഡിയോസിനൊന്നും ഹൈപ്പ് ചെയ്യാൻ പറ്റത്തില്ല. ഓർക്കുക, ഇത് ഷോർട്ട് വീഡിയോസിനല്ല, ലോങ് വീഡിയോസിന് മാത്രമേ ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ നിങ്ങൾ പുതിയൊരു വീഡിയോ അപ്ലോഡ് ചെയ്ത് നിങ്ങളുടെ വ്യൂവേഴ്സ് നിങ്ങൾക്ക് ഹൈ പോയിൻറ്റ്സ് ഒക്കെ തന്ന് നിങ്ങൾ യൂട്യൂബിൻ്റെ ഹൈപ്പ് ലീഡർ ബോർഡിലൊക്കെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താ ബെനിഫിറ്റ് എന്നറിയോ? നിങ്ങളുടെ വീഡിയോസിന് ഭയങ്കര റീച്ച് കിട്ടും. ഒത്തിരി വ്യൂവേഴ്സിന് നിങ്ങളുടെ വീഡിയോസ് പിന്നെയും പിന്നെയും കാണാൻ പറ്റും. അതുവഴി നിങ്ങളുടെ വീഡിയോയുടെ വ്യൂസ് കൂടും, വാച്ച് അവേഴ്സ് കൂടും. ഇതൊക്കെയാണ് അതിൻ്റെ ബെനിഫിറ്റ് എന്ന് പറയുന്നത്. പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ആഴ്ചയിൽ 3 പ്രാവശ്യം മാത്രമേ ഒരു വ്യൂവറിന് ഒരു വീഡിയോയ്ക്ക് ഹൈപ്പ് കൊടുക്കാൻ പറ്റത്തുള്ളൂ. അത് വേണമെങ്കിൽ ഒരു വീഡിയോയ്ക്ക് തന്നെ 3 പ്രാവശ്യം കൊടുക്കാം ഒരാഴ്ചയിൽ, അല്ലെങ്കിൽ ഡിഫറെൻറ്റ് വീഡിയോയ്ക്ക് വ്യൂവേഴ്സിന് ഹൈപ്പ് കൊടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ആഴ്ചയിൽ 3 പ്രാവശ്യമേ ഹൈപ്പ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇത് തികച്ചും സൗജന്യമാണ് കേട്ടോ. വ്യൂവേഴ്സ് ഒരു വിധമായിട്ടുള്ള എമൗണ്ട് കൊടുക്കേണ്ട ഒരാവശ്യമില്ല. ജസ്റ്റ് ഒരു ക്ലിക്കിൽ തന്നെ ചെയ്യാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. ഞാനത് വീഡിയോ ആയിട്ട് ഇവിടെ സ്ക്രീൻ റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാനത് കാണിച്ചു തരാം കേട്ടോ. ഇതിൻ്റെ ഏറ്റവും വലിയ പ്ലസ് പോയിന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ചെറിയ ക്രിയേറ്റേഴ്സിനും വലിയ ക്രിയേറ്റേഴ്സിനും ഒരേപോലെ നമുക്ക് പങ്കെടുക്കാൻ പറ്റും. അതായത് ചെറിയ ക്രിയേറ്റേഴ്സിനായിരിക്കും ഏറ്റവും കൂടുതൽ ബോണസ് പോയിന്റ് കിട്ടുന്നുണ്ടാവുക. വലിയ ക്രിയേറ്റേഴ്സ്, അതായത് 5 ലക്ഷത്തിനോട് അടുത്ത് വരുന്ന അല്ലെങ്കിൽ 5 ലക്ഷം സബ്സ്ക്രൈബേഴ്സ് ഉള്ള ക്രിയേറ്റേഴ്സിന് കുറവ് ബോണസ് പോയിന്റ് ആയിരിക്കും കിട്ടുന്നുണ്ടാവുക കേട്ടോ. അപ്പോൾ ഏറ്റവും കൂടുതൽ അവസരം യൂസ് ചെയ്യാൻ പറ്റുന്നത് ചെറിയ ക്രിയേറ്റേഴ്സാണ് കേട്ടോ. ചെറിയ യൂട്യൂബ് ക്രിയേറ്റേഴ്സിനായിരിക്കും ഈ ഒരു അവസരം യൂസ് ചെയ്യാൻ പറ്റുന്നത്. പിന്നെ നമുക്ക് ഉള്ളൊരു ഡൗട്ടാണ്, എല്ലാ വീഡിയോസിനും ഹൈപ്പ് കൊടുക്കാൻ പറ്റുമോ എന്നുള്ളത്. അതാണ് നമ്മൾ ശ്രദ്ധിച്ച് കേൾക്കേണ്ട കാര്യം. ലോങ് വീഡിയോസിന് മാത്രമേ ഹൈപ്പ് കൊടുക്കാൻ പറ്റത്തുള്ളൂ. അതിൽ തന്നെ മെയ്ഡ് ഫോർ കിഡ്സ്, പ്രൈവറ്റ്, അൺലിസ്റ്റഡ് കാറ്റഗറീസിൽ ഇട്ടേക്കുന്ന വീഡിയോസിനൊന്നും തന്നെ നമുക്ക് ഹൈപ്പ് ചെയ്യാൻ പറ്റത്തില്ല. ഷോർട്ട് വീഡിയോസിന് ഹൈപ്പ് ചെയ്യാൻ പറ്റത്തില്ല. അപ്ലോഡ് ചെയ്തിട്ട് 7 ദിവസത്തിനുള്ളിലുള്ള വീഡിയോസിന് മാത്രമേ നമുക്ക് ഹൈപ്പ് കൊടുക്കാൻ പറ്റത്തുള്ളൂ.
പിന്നെ നിങ്ങൾക്കുള്ളൊരു ഡൗട്ടായിരിക്കും, ഹൈപ്പ് ചെയ്യുന്നത് കൊണ്ട് നമ്മുടെ ചാനലിന് എന്തെങ്കിലും മെച്ചമുണ്ടോ, അല്ലെങ്കിൽ ചാനലിന് ക്യാഷ് കിട്ടുമോ എന്നുള്ളത്. ഹൈപ്പ് ചെയ്തത് കൊണ്ട് ചാനൽ മുതലാളിക്ക് അല്ലെങ്കിൽ ചാനൽ ഓണറിന് ക്യാഷ് ഒന്നും കിട്ടത്തില്ല. അവരുടെ വീഡിയോസിന് റീച്ച് കിട്ടും, വ്യൂസ് കിട്ടും, അതുവഴി വാച്ച് അവേഴ്സ് കിട്ടും, അതുവഴി നമുക്ക് ഡോളർ അച്ചീവ് ചെയ്യാൻ പറ്റുമല്ലോ. അതാണ് ഇൻഡയറക്റ്റ്ലി നമുക്ക് ഹൈപ്പും കൊണ്ടുള്ള ഗുണം. അപ്പം ഞാൻ എങ്ങനെയാണ് ഹൈപ്പ് ചെയ്യുന്നതെന്ന് കാണിച്ചു തരാം. കൂടുതൽ ബോണസ് പോയിൻറ്റ്സ് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ യൂട്യൂബിൻ്റെ ഹൈപ്പ് ലീഡർ ബോർഡിൽ നമുക്ക് എത്തിപ്പെടാൻ പറ്റും കേട്ടോ. ഹൈപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള യൂട്യൂബറിൻ്റെ വീഡിയോ എടുക്കുക. എന്നിട്ട് നിങ്ങൾ അതിൽ പോയി ലൈക്ക് ചെയ്യുക. ലൈക്ക് ചെയ്യുമ്പോൾ താഴെ ഹൈപ്പ് ദ വീഡിയോ എന്ന് പറഞ്ഞ് കാണിക്കുന്നുണ്ടാവും. അവിടെ കണ്ടോ, നമ്മൾ ഒരു ക്ലിക്ക് കൊടുക്കുമ്പോഴത്തേക്കും ഇങ്ങനെ പോയിൻറ്റ്സ് ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കും. 3 ടൈംസ് മാത്രമേ നമുക്കത് കൊടുക്കാൻ പറ്റത്തുള്ളൂ കേട്ടോ. അപ്പോൾ ഇതാണ് ഹൈപ്പ് ചെയ്യുക എന്ന് പറയുന്നത്. ഇപ്പം ഞാൻ ഈ ഒരു വീഡിയോയിൽ ഞാൻ ലൈക്ക് മാത്രമേ ചെയ്യുന്നുള്ളൂ, കാരണം ഞാൻ ഓൾറെഡി ഹൈപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പം ലൈക്കിൻ്റേതായിട്ടുള്ള ഹൈപ്പ് മാത്രമേ ഇതിനകത്ത് വന്നിട്ടുള്ളൂ കേട്ടോ. കണ്ടോ, എനിക്ക് ഇനിയും ഹൈപ്പ് ചെയ്യാൻ പറ്റില്ല എന്നാണ് ഇവിടെ കാണിച്ചേക്കുന്നത് കേട്ടോ. ബിക്കോസ് ഞാൻ 3 തവണ ഓൾറെഡി ഹൈപ്പ് ചെയ്തിട്ടുണ്ട് ഈ വീഡിയോയ്ക്ക്. അപ്പം ഇത് ആഴ്ചയിൽ 3 തവണ നമുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. പക്ഷെ നെക്സ്റ്റ് വീക്ക് എന്ന് പറയുമ്പോൾ ശ്രദ്ധിക്കുക, 7 ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഹൈപ്പ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നിങ്ങൾക്ക് ഹൈപ്പ് ചെയ്യുന്നത് എങ്ങനെയാണെന്നൊക്കെ മനസ്സിലായല്ലോ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോയിൽ തന്നെ ഹൈപ്പ് ചെയ്തൊന്ന് ട്രൈ ചെയ്യാവുന്നതാണ് കേട്ടോ. നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ഹൈപ്പ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടോ ഇല്ലയോ എന്നൊക്കെ നിങ്ങൾക്ക് കമൻസ് ആയിട്ടൊക്കെ അറിയിക്കാവുന്നതാണ് കേട്ടോ. ഞാൻ റെസ്പോണ്ട് ചെയ്യുന്നതായിരിക്കും. ഇതുപോലുള്ള ടിപ്സും ഒക്കെ ആയിട്ട് ഇനിയും ഞാൻ വരുന്നതായിരിക്കും. ഞാൻ റീസെൻ്റ്ലി ആണ് ഇങ്ങനൊരു അപ്ഡേറ്റിനെ കുറിച്ച് അറിഞ്ഞപ്പോൾ തന്നെ നിങ്ങളെയും കൂടി ഒന്ന് അറിയിച്ചാലോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഞാൻ ഉടനെ തന്നെ ഒരു വീഡിയോ ചെയ്യുന്നത്. നിങ്ങൾക്ക് ആർക്കെങ്കിലുമൊക്കെ ഇത് യൂസ് ആവുമെങ്കിൽ യൂസ് ആയിക്കോട്ടെ എന്ന് ഞാൻ വിചാരിച്ചു കേട്ടോ. അപ്പോൾ എൻ്റെ ഈ വീഡിയോ യൂസ്ഫുൾ ആണെന്ന് തോന്നുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെൽ ബട്ടൺ പ്രസ് ചെയ്യുക. പിന്നെ എന്ത് ചെയ്യണം? ഹൈപ്പും ചെയ്യുക കേട്ടോ. അപ്പോൾ നിങ്ങൾ ഒരു വീഡിയോ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പം തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനോടെല്ലാം പോയി പറയുക, നിങ്ങൾ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യുന്ന കൂട്ടത്തിൽ തന്നെ ഹൈപ്പ് ചെയ്യാനും മറക്കല്ലേ എന്ന് കേട്ടോ. അപ്പം നിങ്ങളുടെ വീഡിയോസിൻ്റെ റീച്ച് മാക്സിമം നമുക്ക് കൂട്ടാൻ പറ്റും കേട്ടോ. ഇതുപോലത്തെ ഇൻഫോർമേറ്റീവ് വീഡിയോ ആയിട്ട് ഞാൻ ഇനിയും വരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ പിന്നെ കാണാം. അതുവരെ ടാറ്റ ബൈ ബൈ, സീ യു.